എൻ്റെ പേര് അബ്ദുൽ നാസർ. ഒതുക്കുങ്ങലാണ് സ്വദേശം. പൂവന്തൊടി ഇൻഡസ്ട്രിയിൽ എന്ന സ്ഥാപനം നടത്തുന്നു. ഞാൻ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത്. അന്ന് വേറൊരാളായിരുന്നു ഈ സ്ഥാപനം നടത്തിയിരുന്നത്. സ്കൂൾ വിട്ടു വന്ന് വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ അന്ന് മട്ടി പെയിന്റ് അടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അന്ന് മട്ടി പെയിന്റ് അടിക്കാൻ വരും 10 രൂപ കൂലി തരുന്ന ഒരു സിസ്റ്റത്തിലൂടെ വന്ന് ഈ ഫീൽഡിലേക്ക് വരികയും അങ്ങനെ ഈ സ്ഥാപനം കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഫാദറിനോട് ഇതിനെപ്പറ്റി പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം എൻ്റെ കസിൻ എടുക്കുകയും എൻ്റെ ഫാദർ ഇത് തുടർന്ന് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതും അതിന്റെ ഇടയിൽ കുറച്ച് പ്രവാസ ജീവിതത്തിലേക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും 10-20 വർഷമായിട്ട് ഇവിടെ തന്നെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫാദർ അന്ന് പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി. ഈ മേഖലയിൽ അന്ന് സ്റ്റാഫുകളെ വെച്ചിട്ട് നടത്തിക്കലായിരുന്നു ഫാദറിന്റെ ജോലി. ഫാദറിന് ഈ വർക്ക് അറിയില്ല. അപ്പൊ അന്നത്തെ സ്റ്റാഫുകൾ ഞങ്ങളെ റിലേഷൻഷിപ്പ് പെട്ട അവരായിരുന്നു സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഫാദർ ഇതിന്റെ മേൽനോട്ടം വഹിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മള് വീടുകളിലെ ഗ്രില്ല്, ഗേറ്റ്, ഇതാണ് മെയിനായിട്ട് ഗ്രില്ലുകളായിരുന്നു. അന്നൊക്കെ വീടിന്റെ ഫ്രണ്ടിലായിരുന്നു ഗേറ്റുകൾ അല്ല ഗ്രില്ല് ഉണ്ടാക്കാറുണ്ടായിരുന്നത്, പട്ട കൊണ്ടുള്ള ഗ്രില്ലുകൾ. അത് അന്നൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് മാതിരില്ല. അന്നെല്ലാം കൈ കൊണ്ടായിരുന്നു വളക്കലും ചെയ്തുകൊണ്ട് വളഞ്ഞ ഡിസൈന്, പൂക്കളായിട്ടുള്ള ഡിസൈനുകളൊക്കെ ചെയ്ത് അത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നൊക്കെ. 87-ലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള പട്ട കൊണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മോഡലായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള ഷീറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അന്ന്. അതൊക്കെ MS പൈപ്പിലായിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നത്. ഞാന് സ്പെഷ്യലി ഇവിടെ നിൽക്കുമ്പോൾ കൂലിയായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, മട്ടി പെയിന്റ് അടിക്കാൻ വരുന്ന സമയത്ത് പെയിന്റ് അടിക്കുമ്പോൾ അവര് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു 10 രൂപ കൂലിയാണ് തരാറുണ്ടായിരുന്നത്. അന്നത്തെ 87, 88, 90 വരെ കാലഘട്ടങ്ങളിൽ. തീർച്ചയായിട്ടും ഞാൻ ഇത് പോകുന്നതിന്റെ മുന്നേയും ഈ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഗൾഫിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഈ സ്ഥാപനം, ഇതിന്റെ ബെനിഫിറ്റ്, ഇതുകൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം, ഇതുകൊണ്ടുണ്ടായ നമ്മുടെ സമ്പത്ത് കാര്യങ്ങളെല്ലാം ഇതുകൊണ്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനും അത് വർക്ക് വെച്ച് പണിക്കാരെ 14 പേര് 15 പേര് വെച്ച് വർക്ക് എടുത്തുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളും സമ്പത്തുകളും. ഇല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. നമ്മളെ ഇതിന്റെ ഫ്യൂച്ചർ നമ്മൾ ചിന്തിക്കാതെയായിരുന്നു അന്നത്തെ വർക്കുകൾ. അന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ അറിയുന്ന വ്യക്തികൾ നമ്മളോട് പറയുന്ന വർക്കുകൾ മാത്രം എടുത്തുകൊണ്ടും അവര് തരുന്ന മോഡൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന്. പക്ഷെ ഭാവിയിലേക്ക് ഇങ്ങനെ ഇപ്പത്തെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന രീതിയിൽ ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോ വെൽഡിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ വർക്കുകളും, ഒരു വീട് തന്നെ ഇൻഡസ്ട്രിയൽ സംബന്ധമായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പ്രദായമാണ് ഇപ്പൊ നമ്മളെ ഈ പുതിയ കാലഘട്ടത്തില് 20-ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ളത്. ഇരുമ്പ് കൊണ്ട് വീടുണ്ടാക്കുന്ന സിസ്റ്റം, അതന്നെ ഷീറ്റുകൾ വെച്ചിട്ട് ഇതൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും കല്ല് വേണ്ട. ഇനി കല്ലും മണ്ണൊന്നും ഇല്ലാതെ തന്നെ വീടുണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഈ കാലഘട്ടം വന്നിട്ടുണ്ട്. അതും ഇപ്പോ നടന്നുകൊണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളാണ് ഇതെല്ലാം. അത് നമ്മള് കൂടുതലും ക്ലയന്റ് നേരിട്ട് നമ്മളായിട്ടുള്ള ബന്ധത്തിന്റെ മുകളിലാണ് നമ്മൾ വർക്കുകൾ എടുക്കുന്നത്. എഞ്ചിനീയേഴ്സിന്റെ വർക്കുകൾ ചിലതൊക്കെ നമുക്ക് എടുക്കാറുണ്ട്, ചിലത് നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രോഫിറ്റോ കാര്യങ്ങളോ ഇല്ലാതെ ഇരുന്നിട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചില വർക്കുകൾ ഞങ്ങൾ എടുക്കാറില്ല. നമ്മൾ ക്ലയന്റിനായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് അവരോട് ഒന്നുകിൽ ലേബർ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിലാണ് ഇപ്പോൾ വർക്ക് എടുക്കുന്നത്. നല്ല ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിയൽ വർക്കിനൊക്കെ ഏറ്റവും കുറഞ്ഞ സാലറിയാണ് കൊടുത്തിരുന്നത്. അന്ന് മെയിൻ വർക്കർക്കൊക്കെ ഞങ്ങള് തുടങ്ങുന്ന സമയത്ത് ഒരു 2010-15 കാലഘട്ടത്തിന്റെ അതുവരെ മെയിൻ വർക്കർക്ക് വരെ 600-700 ഒരു മിനിമം ദിവസക്കൂലി വെച്ച് പോകുന്ന സമയത്ത് ഇന്ന് ഒരു ഇന്ത്യക്കാരൻ വന്ന് വരെ ചോദിക്കുന്നത് 1200 പണി അറിയുമെന്ന് പറഞ്ഞിട്ട്. എല്ലാ വർക്കും അറിയുന്നവന് 1200. നമ്മളെ മലയാളീസ് ആണെങ്കിലും 1200, 1300 വരെ ശമ്പളം വാങ്ങുന്നവരുണ്ട് ഇന്നിപ്പോ. അത് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ ആണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. റൈറ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പൊ വർക്ക് എടുക്കുന്ന സ്ഥലത്തു നിന്നുള്ള കോമ്പറ്റീഷൻ വരുന്നുണ്ട്. നമ്മൾ സൈറ്റിൽ ഒരു ക്ലയന്റിനോട് വർക്ക് പറഞ്ഞാൽ അതിനൊരു എമൗണ്ട് പറഞ്ഞാൽ ആ വർക്ക് തന്നെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ലേബറും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു വർക്കിന്റെ ഒരു പീരീഡ് നമുക്കറിയാം. ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ദിവസം പിടിക്കും എന്നുള്ളത്. ആക്ച്വലി ഇപ്പൊ ഞാനിപ്പോ ഇതുപോലെ ഒരു വർക്ക് ഇങ്ങനെ
കാണിക്കാണ്. ഇതുപോലെ ഒരു വർക്കാണ് നമുക്ക് ക്ലയന്റ് തന്നു കഴിഞ്ഞാൽ ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ലേബർ കണക്കാക്കിയിട്ടാണ് ക്ലയന്റിനോട് നമ്മൾ അതിന്റെ കൂലി പറയാറ്. ഇപ്പോ എല്ലാ വീട്ടിലും ഇരുമ്പ് കൊണ്ടുള്ള വർക്കുകളാണ് എല്ലാ വീട്ടിലും ചെയ്യുന്നത്. അതിന്റെ ഓപ്പൺ ടെറസ് ആയിക്കോട്ടെ, അതിന്റെ സിറ്റ് ഔട്ടിലായിക്കോട്ടെ, എല്ലാം ഇൻഡസ്ട്രിയൽ വർക്കുകളാണ്. എല്ലാ വീടുകളും ഇന്റീരിയർ വരെ ചെയ്യുന്ന സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ വർക്കിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഞാന് മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങള് മലപ്പുറം ജില്ലയിൽ തന്നെ 800ഓളം മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടന, അതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും കൂടിയാണ്. സ്റ്റേറ്റില് മൊത്തത്തിൽ ഞങ്ങൾക്ക് 4000-5000ന്റെ ഇടയിലുള്ള മെമ്പർമാരുള്ള ഒരു സംഘടന. ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട് 2014 ഞങ്ങളെ സംഘടന മലപ്പുറം ജില്ലയിലെ ഓഫീസ് വെച്ചിട്ട് ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പൊ 10 വർഷത്തോളമായിട്ട് സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നതാണ്. സംഘടനയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ സംഘടനയിലുണ്ട്. സംഘടനയുടെ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി, സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സംഘടനയിൽ അംഗത്വമെടുത്ത മെമ്പർമാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി മാത്രം നിൽക്കുന്ന, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യാൻ പലത് കാര്യങ്ങളുമുണ്ട്. സംഘടനയുടെ പ്രവർത്തനത്തിന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി സമരങ്ങളും ധർണകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സംഘടനക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് എന്ത് നേടിക്കൊടുക്കാൻ കഴിയുന്നോ ആ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. യാത്ര പോവാന്ന് പറഞ്ഞാൽ അത്രയും താല്പര്യമുള്ള ഒരു കാര്യം. ഞാൻ എവിടെ യാത്ര പോവാണെങ്കിലും നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കണ്ടാലും ഞാൻ അതൊന്ന് കാണുകയും അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാനുള്ള ശ്രമം നടത്തുകയും അതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഞങ്ങളുടെ സംഘടനയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സർക്കാരുകളിൽ നിന്ന് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടാറില്ല. ഞങ്ങൾ പല സമരങ്ങളും പല ധർണകളിലും MLA-മാര്, മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങളുടെ സമ്മേളനങ്ങളും കൺവെൻഷനുകളും ഒക്കെ നടത്താറുണ്ട്. ഇതിലൊക്കെ ഞങ്ങൾ ഓരോ മന്ത്രിമാരെയും വിളിച്ച് അവർക്ക് നിവേദനം കൊടുക്കുകയും ഞങ്ങളുടെ സംഘടനയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഗവൺമെന്റ് എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഈ പുതുവത്സരത്തിൽ ഞങ്ങളുടെ അസോസിയേഷനിലെ ഒരു സ്ഥാപനത്തിന് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പൊല്യൂഷൻ നിർബന്ധമാണ്. ആ പൊല്യൂഷൻ നിർബന്ധമാണെങ്കിൽ ഞങ്ങൾക്ക് വൈറ്റ് കാറ്റഗറിയിലാണ് ഞങ്ങളെ ഉൾപ്പെടുത്തേണ്ടത്. അതായത് ചെറുകിട വ്യവസായം നടത്തുന്നവർ എന്നുള്ള യൂണിറ്റുകൾ നടത്തുന്നവർക്ക് 5 HP താഴെയാണെങ്കിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ പൊല്യൂഷൻ വേണ്ട എന്നും അതിന് മേലുള്ളവർക്ക് പൊല്യൂഷൻ നിർബന്ധമാണെന്നുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു എന്നതും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിലനിന്നിരുന്നത്. അതേ സ്ഥാനത്ത് ഞങ്ങൾ അതിനുവേണ്ടി നിരന്തരം സമരങ്ങളും ധർണകളൊക്കെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുതുവത്സരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പുതുവത്സര സമ്മാനമാണ് ഞങ്ങളുടെ സംഘടന ഒരു സമരമുറവായിട്ടും സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ അതിൽ ഇടപെട്ട് സംസാരിക്കുകയും അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 25 HP വരെ ഒരു വൈറ്റ് കാറ്റഗറിയിലാക്കി ഞങ്ങൾക്ക് കിട്ടിയതിന്റെ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കാൻ അതിന് സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും ഞങ്ങളെ കടപ്പാടും അറിയിക്കുന്നുണ്ട്. ഹോബീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങള് ഫുട്ബോളാണ് എന്റെ ഒരു മെയിൻ ഹോബി. ഞങ്ങള് ഫുട്ബോൾ കളിക്കുന്നതിന്റെ ട്രോഫികളാണ് ഈ കാണുന്നതെല്ലാം. പഴയ കാലത്ത് ട്രോഫി കളിച്ച അന്നത്തെ പിച്ചള ട്രോഫികളാണ് മേലെ കാണുന്നതെല്ലാം. ഇപ്പോ അതിൽ നിന്നൊക്കെ മാറി വന്ന് പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ട്രോഫികൾ കാര്യങ്ങള് ഞങ്ങളെ ഫുട്ബോൾ ടീം ഞങ്ങളെ ഒതുക്കല് ബാസ്കോ ക്ലബ്ബ് എന്ന് പറഞ്ഞാല് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ്. ഇന്ന് കേരളത്തിലെ കേരള പ്രീമിയർ ലീഗ്, സൂപ്പർ ലീഗ്, എ ഡിവിഷൻ, എലൈറ്റ് ഡിവിഷൻ എന്നീ കളിക്കുന്ന ഒരു ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ ക്ലബിന് 2 ടീമാണ് ഉള്ളത്. അതിന്റെ ജൂനിയർ ടീമും അതിന്റെ സീനിയർ ടീമും. അതിപ്പോ അടുത്ത മാസം മുതൽ അതിന്റെ കളികളൊക്കെ ആരംഭിക്കാണ്. ഇനി അതിന്റെ പുറകിലും കൂടി പോകാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ മറ്റൊരു സാംസ്കാരിക സാമൂഹിക രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ബിസിനസ്സിൽ സപ്പോർട്ട് എന്റെ മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്റെ ഫാദറായിരുന്നു. ഒരു 3 വർഷം മുന്നേ ഫാദർ മരിച്ചുപോയി. അപ്പൊ ഞാൻ എന്റെ ബിസിനസ്സിന് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്റെ ഫാദറിനോട് രാത്രി ഞാൻ അത് ചെന്ന് സംസാരിക്കും. ബിസിനസ്സിൽ ലാഭം ഉണ്ടെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും അതിനെ കുറിച്ചൊക്കെ പറയും. നഷ്ടം വന്നാൽ അത് നികത്തേണ്ട കാര്യങ്ങളിലേക്ക്, നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക്, എല്ലാ വർഷത്തിലും മാർച്ചില് എല്ലാ സ്ഥാപനങ്ങളിലേക്കും ക്ലോസിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഫാദറായിട്ട് സംസാരിക്കലും ഒക്കെ ഉണ്ടാവും. പിന്നെ എല്ലാ കാര്യങ്ങളും ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാറ്. എനിക്ക് 3 മക്കളുണ്ട്, 2 പെണ്ണും 1 ആണും. മൂത്ത മകള്
മൈക്രോബയോളജി കഴിഞ്ഞ് വീട്ടിലാണ് വൈഫായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ മകള് LLBക്ക് കുറ്റിപ്പുറം KMCTയിൽ പഠിക്കുന്നു. മൂന്നാമത്തത് ആൺകുട്ടിയാണ്, അവന് 10 വയസ്സായുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. എന്റെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് അവർ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഞാന് മുതലാളി തൊഴിലാളി എന്നുള്ള ഒരു രീതിയിലല്ല എന്റെ പണിക്കാരെ കൊണ്ട് ഞാൻ നടക്കുന്നത്. നമ്മൾ ഇന്നിപ്പോ അർജന്റ് പണിയുണ്ട്, നേരത്തെ പോകണമെന്ന് പറഞ്ഞാൽ അവര് നേരത്തെ വരും, വൈകി എടുക്കണം എന്ന് പറഞ്ഞാൽ അവര് വൈകി എടുക്കും. അവര് ക്യാഷ് ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ നാളെ തന്നെ അവർക്ക് വേണ്ട ക്യാഷ് അപ്പൊ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനത്തിലാണ് മുതലാളി തൊഴിലാളി എന്നുള്ള ആ രീതിയിലല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോമ്പറ്റീഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളെ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് നമ്മളെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സംസാര രീതിയിൽ നിന്ന് ഓരോ ക്ലയന്റിനും മനസ്സിലാക്കുന്ന രീതിയിലാണ്. ആ ക്ലയന്റ് നമ്മളെ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നു അത്രത്തോളം നമുക്ക് അവരായിട്ട് വർക്ക് അവർക്ക് തരാനും താല്പര്യം ഉണ്ടാവും. നമ്മളെ വർക്ക് അവരെ എത്രത്തോളം സന്തോഷിപ്പിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്നോ അതാണ് നമ്മളത്. ആ വർക്ക് കണ്ടതിന് ശേഷമാണ് മറ്റുള്ളവരെ നമ്മളെ വർക്കിന് ഏൽപ്പിക്കാറും. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ കാണുന്നത് ആ രീതിയിലാണ് ഞാൻ. ലക്ഷ്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് എന്തെങ്കിലും ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം, ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഐറ്റംസുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ വലിയൊരു സ്ഥാപനമാക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ വെയിലും മഴയും കൊണ്ടുകൊണ്ട് എന്നും ഒരേ വർക്കുകൾ ചെയ്യാതെ പുതിയൊരു മാറ്റത്തിലേക്ക് നീങ്ങണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിന് ദൈവം നമുക്ക് തുണ നൽകട്ടെ എന്നൊരു ആത്മവിശ്വാസം കൂടി ഉണ്ട് എനിക്ക്. ഞങ്ങളുടെ അസോസിയേഷനിൽ ഈ ചെറുകിട ഇൻഡസ്ട്രിയൽ ഉടമകൾ മാത്രമാണ് ഞങ്ങളുടെ അസോസിയേഷനിൽ ഉള്ളത്. മെമ്പർഷിപ്പ് കൊടുക്കുന്നത്, അതായത് സ്ഥാപനം ലൈസൻസും ഉള്ള ആൾക്ക് മാത്രമേ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളൂ. കാരണം ഇപ്പൊ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ സ്ഥാപനത്തില് വർക്ക് ആർക്കും എടുക്കാനില്ല, എല്ലാവരും സൈറ്റിലാണ്. ആ സൈറ്റിൽ വർക്ക് എടുക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ സ്ഥാപനം ഒന്നും ഇല്ലാതെ ഒരു സർക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സജ്ജീകരണങ്ങളും ചെയ്യാതെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാത്ത രീതിയിൽ വർക്ക് എടുക്കുന്ന മൊബൈൽ വർക്കർമാരുടെ ഒരു ഭീഷണി, അല്ലെങ്കിൽ മൊബൈൽ വർക്കർമാർ ചെയ്യുന്ന വർക്കുകൾക്ക് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഭീഷണിയാണ് അവരെ കൊണ്ടുവരുന്നത്. കാരണം ഞങ്ങൾ ആൾക്കാർക്ക് ഷെഡിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് ഒരു മൊബൈലിലെ ഒരു വണ്ടിയോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയി വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. അവരെ കൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങളെ സംഘടനയിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്. എല്ലാ ആൾക്കാരും എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അസോസിയേഷനിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, അസോസിയേഷനിലെ ആൾക്കാരോട് പറയും പെർമിറ്റ് എടുക്കണം, പെർമിഷൻ എടുത്തുകൊണ്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ വർക്ക് എടുക്കുകയാണെങ്കിലും KCBന്ന് അതിന്റെ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ എന്റെ വർക്കുകളൊക്കെ എടുക്കാറുള്ളത്. അതിന്റെ ക്യാഷ് ഒന്നുകിൽ നമ്മൾ ഒന്നിച്ചെടുത്ത വർക്കാണെങ്കിൽ ഞാൻ തന്നെ അടക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ കൊണ്ട് അതിന്റെ ബില്ല് അവരെ കൊണ്ട് അടപ്പിച്ചിട്ട് ആ രീതിയിലാണ് ചെയ്യാറുള്ളത്. അതാണ് ഇതിന്റെ കറക്റ്റ് വേ. കാരണം നമുക്ക് ഇത് അവര് വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലാണ് വർക്ക് എന്ന് വെച്ചാൽ എക്സ്ട്രാ പവർ എടുക്കുന്നതാണ് നമ്മൾ. ആ പവർ എടുക്കുന്നതിന് അവർക്ക് അതിന്റെ കൂലി നമ്മൾ കൊടുക്കണം. അത് മീറ്ററിൽ കാണിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു വീട്ടിലേക്ക് കൊടുത്ത കണക്ടർ ലോഡിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വർക്കാണ് വെൽഡിംഗ് മെഷീനും മറ്റുള്ളതൊക്കെ വർക്ക് ചെയ്യുന്നത്. അത് KCBയിൽ നിന്ന് നമ്മൾ അനധികൃതമായിട്ട് എടുക്കുന്നത് കുറ്റകരമാണെന്നുള്ള ഒരു ചിന്താഗതി നമുക്കുള്ളത് കൊണ്ട് അത് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ആരോടായാലും നമ്മൾ എപ്പോഴും സേഫ്റ്റി ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സേഫ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി സേഫ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വരുന്നവർക്ക് ആർക്കും വരുന്ന തലമുറക്ക് അത് നല്ലൊരു ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. എന്റെ പേര് അബ്ദുൽ നാസർ, ഒതുക്കുങ്ങലാണ് സ്വദേശം. നമ്മുടെ മലപ്പുറം കോട്ടക്കൽ റോട്ടിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. 38 വർഷത്തോളായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അന്ന് മുതൽ എടുത്തൊരു സ്ഥാപനമാണിത്. ഇന്നും അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹം, എന്റെ ഫാദറിന്റെ ഒരു ആഗ്രഹവും കൂടിയാണ്.